വളരെ പ്രധാനപ്പെട്ട വാർത്ത. കൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം വിലയിരുത്തണം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അതായത് എല്ലാവർക്കും ബലാത്സംഗത്തിന് കോമൺ ഇന്റൻഷൻ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിച്ചേക്കില്ല എന്ന കൃത്യമായ സൂചനയാണ്. കൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം വിലയിരുത്തണം എന്ന് കോടതി ഉത്തരവിടുന്നു. 6 പേരാണ് ഈ കേസിലുള്ളത്. 6 പേരുടെ മേലുള്ള കുറ്റകൃത്യമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിൽ 1-ാം പ്രതി നേരിട്ട് ബലാത്സംഗം നിർവഹിച്ച പ്രതിയാണ്. 2-ാം പ്രതി നടിയെ കൂട്ടിക്കൊണ്ടുവന്ന ഡ്രൈവറാണ്. ആ ഡ്രൈവറാണ് പിന്നീട് പുറകിലെ വാഹനത്തിലേക്ക് കയറിയത്. ബാക്കിയുള്ള പ്രതികൾ നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചവരല്ല. അവർ വാഹനത്തിൽ എല്ലാവരും ഈ 6 പ്രതികളും ആ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. അവർ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന ആളുകളാണ്. പക്ഷെ കോമൺ ഇന്റൻഷന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം, എല്ലാവർക്കും സമാനമായ കുറ്റകൃത്യത്തിന് ഒരേ ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം വിലയിരുത്തി അവർക്കുള്ള ശിക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം, അല്ലെങ്കിൽ കോടതിയുടെ റീസണിംഗ്. ആ നിലയ്ക്കാണ്. കോടതി ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ആ നിലയ്ക്കായിരിക്കും ശിക്ഷ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് രാഗനുണ്ട്. രാഗൻ, കുറ്റകൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം വിലയിരുത്തണമെന്ന് കോടതി പറയുമ്പോൾ, ശിക്ഷയിലേക്ക് വരുമ്പോൾ അത് പരിഗണിക്കേണ്ടി വരുന്നു എന്ന് കോടതി പറയുമ്പോൾ, ഇതിൽ ബലാത്സംഗ കുറ്റം ചെയ്ത പൾസർ സുനിക്കുള്ള ശിക്ഷയായിരിക്കില്ല മറ്റുള്ളവർക്ക്. കോമൺ ഇന്റൻഷൻ എന്ന വാദം ഉന്നയിച്ചു. ക്രിമിനൽ ഗൂഢാലോചന വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവർക്കും ഈ ശിക്ഷ ഒരേ ശിക്ഷ ബാധകമാകുമെന്നായിരുന്നു പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ 1-ാം പ്രതി ഒഴിച്ചുള്ള ബാക്കി 5 പ്രതികൾക്ക് 1-ാം പ്രതിക്കുള്ള ശിക്ഷയായിരിക്കില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കാമോ? അഭിലാഷ്, അങ്ങനെ തന്നെ ഊഹിക്കാൻ കഴിയുന്ന രീതിയിലാണ്. അതാണ് നമ്മൾ നേരത്തെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അങ്ങനെയാണ്. കൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഇത്തരത്തിൽ പ്രത്യേകം വിലയിരുത്തേണ്ടി വരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷയിലേക്ക് വരുമ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ 6 പ്രതികൾക്കെതിരെയും ഈ കൂട്ട ബലാത്സംഗം എന്ന് പറയുന്ന വകുപ്പ് സ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ, ജീവപര്യന്തം ശിക്ഷ ഈ 6 പേർക്കും നൽകണമെന്ന വാദമാണ്. പക്ഷേ കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം വിലയിരുത്തണമെന്ന് പറയുമ്പോൾ ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത് പൾസർ സുനിയാണ് നടിയെ ക്രൂരമായി ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത്. ആ വാഹനത്തിൽ ആ ഘട്ടത്തിൽ ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് മണികണ്ഠനുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും റോൾ പ്രത്യേകം വിലയിരുത്തണമെന്ന് പറയുമ്പോൾ അതിൽ ഓരോരുത്തർക്കും നൽകുന്ന ശിക്ഷ ഒരുപക്ഷെ വേരി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും കോടതിയുടെ അന്തിമ വിധി വരുമ്പോഴാണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ കഴിയുക. ഇതിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന പൾസർ സുനിയാണ് നടിയെ ക്രൂരമായി ആക്രമിച്ചതെങ്കിൽ പോലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നെങ്കിൽ പോലും, പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് ഇത് കൃത്യം നടപ്പാക്കുക കഴിയില്ലായിരുന്നു. അതിന് മറ്റുള്ളവരുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മറ്റുള്ളവർ ഇത്തരത്തിൽ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വാഹനത്തെ പിന്തുടർന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു. മാർട്ടിൻ ഈ വാഹനം ഓടിക്കുന്നു, അതിനുശേഷം ഈ റെക്കോർഡ് ചെയ്യേണ്ട മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ ടെമ്പോ ട്രാവലറിൽ നിന്ന്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ പൾസർ സുനിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തത് ഈ പൾസർ സുനി ചെയ്ത ക്രൂരകൃത്യത്തിന് തുല്യമാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ആ സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം പ്രത്യേകം ഇപ്പോൾ മാർട്ടിനാണെങ്കിൽ മാർട്ടിൻ വാഹനം അവിടേക്ക് തൃശ്ശൂരിലേക്ക് പോവുകയും നടിയെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. മാർട്ടിൻ ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും നടിയെ ആക്രമിക്കാൻ ഡയറക്റ്റായി മാർട്ടിൻ കൂടുന്നില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള ഒത്താശയും മാർട്ടിനില്ലായിരുന്നെങ്കിൽ ഈ നടിക്ക് ഇത്തരത്തിൽ നടിയുടെ വാഹനത്തിലേക്ക് മറ്റു പ്രതികൾക്ക് ഒരു ആക്സസ് കിട്ടുമായിരുന്നില്ല. അപ്പോൾ മാർട്ടിൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്കാളിത്തമുണ്ട്. പക്ഷേ ടെക്നിക്കലി മാർട്ടിൻ ഈ നടിയെ ആക്രമിച്ചിട്ടുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ടെക്നിക്കലായി കോടതി ഇപ്പോൾ വിലയിരുത്തുകയാണ്. എന്തായാലും അന്തിമ വിധി എന്ത് എന്ന് കാത്തിരുന്ന് കാണാം. പ്രതികളെല്ലാവരും പറയുന്നത് തങ്ങൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കണം, ശിക്ഷ പരമാവധി കുറച്ചു തരണം എന്നൊരാവശ്യമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ വേണമെന്നും പറയുന്നു. എന്തായാലും പൾസർ സുനിക്ക് ജീവപര്യന്തം ശിക്ഷയിലേക്കൊക്കെ പോകാൻ തന്നെയാണ് സാധ്യത. മറ്റു പ്രതികളുടെ കാര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും ഈ പറയുന്ന നടിയെ തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു 7:45 ശേഷമാണ് വീട്ടിൽ നിന്ന് പോരുന്നത്. അതിനുശേഷം തിരിച്ച് ഈ ക്രൂരകൃത്യത്തിന് ശേഷം തിരിച്ച് ലാലിൻ്റെ വീട്ടിലാക്കുന്നത് 11 മണിയോട് കൂടിയാണ്. അപ്പോൾ ഇത്രയധികം സമയം ഒരു നടിയെ, ഒരു ആക്ട്രസിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് ഓടുന്ന കാറിൽ ഈ
സംഘം, ഈ കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘം ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കൊട്ടേഷൻ സംഘം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു കൊട്ടേഷൻ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി നേരത്തെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു കോടതിയിൽ. പക്ഷേ അത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയത് ചെയ്തതാണ്, അല്ലെങ്കിൽ ദിലീപ് നൽകിയിട്ടുള്ള കൊട്ടേഷനാണ് എന്ന കാര്യം കോടതി പറയുന്നില്ല. എന്നാൽ ഇതിൽ എന്താണ് പൾസർ സുനിയുടെ മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാനും കഴിയുക. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസിൽ സുപ്രധാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ പ്രതിഭാഗം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പ്രോസിക്യൂഷൻ പറഞ്ഞത് കോടതി കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഈ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി നോട്ട് ചെയ്യും അവസാന ഭാഗത്ത്. അതോടൊപ്പം കോടതിയുടെ നിലപാടും കോടതി പറയും. ആ കോടതിയുടെ നിലപാട് സ്വാഭാവികമായിട്ടും കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെയായിരിക്കാനാണ് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കോമൺ ഇന്റൻഷൻ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റു പ്രതികളുടെ നിർദ്ദേശവും സഹകരണവും ഇല്ലാതെ പൾസർ സുനിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതായത് പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമായിരുന്നില്ല. മറ്റ് അഞ്ചു പ്രതികളുടെയും സഹകരണവും പിന്തുണയും ഈ കേസിൽ ഉണ്ടായിരുന്നു. പൾസർ സുനി ബലാത്സംഗം ചെയ്യുമ്പോൾ വാഹനം ഓടിച്ച മണികണ്ഠൻ ഉണ്ട്. ആദ്യമേ ഈ വാഹനത്തിലേക്ക് കയറിയ വിജീഷും മണികണ്ഠനുമുണ്ട്. പിന്നീട് വന്ന പ്രദീപും സലീമും ഉണ്ട്. ഇവരുടെ പിന്തുണയില്ലാതെ പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കുറ്റകൃത്യമായിരുന്നില്ല ഇത്. അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. മറ്റു പ്രതികളുടെ സഹകരണമില്ലാതെ പൾസർ സുനിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ എന്നുള്ളതാണ് കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം. കോടതി ഈ കൃത്യത്തിലെ ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം വിലയിരുത്തണം എന്നുള്ള നിലപാടിലാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് ഉന്നയിച്ചത്. ശിക്ഷയിൽ പൾസർ സുനി ഒഴികെയുള്ള മറ്റു പ്രതികൾക്ക് ഇളവ് ഉണ്ടാകരുത് എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. ഒരു ശിക്ഷാ ഇളവുമില്ലാതെ എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം. മറ്റു പ്രതികളുടെ സഹകരണമില്ലാതെ, മറ്റു പ്രതികളുടെ നിർദ്ദേശവും സഹകരണവും ഇല്ലാതെ പൾസർ സുനിക്ക് കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതി മുൻപാകെ വാദിക്കുന്നത്. നമുക്കറിയാം, ഈ കുറ്റകൃത്യത്തിന്റെ തുടക്കം എന്നുള്ളത് മാർട്ടിനിൽ നിന്നാണ്. മാർട്ടിൻ നടിയെ 7:45 തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോണിൽ മുഴുവൻ കാര്യങ്ങളും ലൊക്കേഷൻ സഹിതം ഈ പ്രതികളെ അറിയിക്കുന്നു. അങ്ങനെ വണ്ടി ഓടിച്ചതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ഈ കുറ്റവാളികളുമായി സംസാരിച്ചുകൊണ്ട്, ചാറ്റ് ചെയ്തുകൊണ്ടാണ് മാർട്ടിൻ വണ്ടി ഓടിക്കുന്നത് തന്നെ. അങ്ങനെ ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആക്സിഡന്റ് ആണ് കറുകുറ്റിയിൽ വെച്ച് സംഭവിക്കുന്നത്. അതിനുശേഷം ആണ് കറുകുറ്റി കഴിഞ്ഞ് അത്താണി ഭാഗത്ത് എത്തുമ്പോൾ രണ്ട് പേർ മണികണ്ഠനും വിജീഷും ഈ വാഹനത്തിലേക്ക് കയറുന്നത്. ഇതെല്ലാം ഒരു വലിയ പ്ലാന്റ് ഓപ്പറേഷൻ ആയിരുന്നു. ബലാത്സംഗം ചെയ്തത് പൾസർ സുനി ആണെങ്കിലും ഈ 6 പ്രതികളും ഒരേ മട്ടിൽ ഈ കേസിൽ പങ്കാളികളാണെന്ന് ഈ കേസ് വിലയിരുത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ കോടതി ആ ഒരു നിലപാടിലേക്കാണോ എത്തുക എന്നുള്ളത് അറിയില്ല. എന്തായാലും കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എല്ലാ പ്രതികളും ഈ കാര്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പ്രതികളുടെ നിർദ്ദേശവും സഹകരണവും ഇല്ലാതെ പൾസർ സുനിക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. നമ്മൾ ഈ കേസ് എങ്ങനെ നടന്നു, ഈ കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. ഈ കേസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നുള്ളത് അറിയാം. വ്യാജമായ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നു, 2 പേർ വാഹനത്തിൽ വന്ന് കയറുന്നു, അതിനുശേഷം എറണാകുളം നഗരത്തിലെത്തിയതിനു ശേഷം വേറെ 2 പേർ വരുന്നു, ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാൾ വരുന്നു, പൾസർ സുനി എന്ന ആൾ വരുന്നു. ഇങ്ങനെ പൾസർ സുനി ഏറ്റവും ഒടുവിൽ വാഹനത്തിലേക്ക് കയറുന്ന ആളാണ്. അയാളെ തിരിച്ചറിയാൻ ഈ ചലച്ചിത്ര താരത്തിന് സാധിക്കുന്നുമുണ്ട്. അപ്പോൾ പൾസർ സുനി മാത്രം എന്നുള്ളതിനപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്ത